നമസ്കാരം. ഇടുക്കി ജയിലിൽ CPM ആകെ വല്ലാതെ വെട്ടിലായിരിക്കുകയാണ്. ഗവർണർ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് CPM ഒരിക്കലും വിചാരിച്ചില്ല. ഇടുക്കി ജില്ലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു ദിവസമാണ് നാളെ ചൊവ്വാഴ്ച. നാളെ അതേ ചൊവ്വാഴ്ച ഇടുക്കിയിൽ നിന്നുള്ള കർഷകർക്ക് വേണ്ടിയിട്ട് വലിയ വർത്തമാനം പറയാനും മുദ്രാവാക്യം വിളിക്കാനും രാജ്ഭവനെ കിടിലം കൊള്ളിക്കാനും CPM ശ്രമിക്കുമ്പോൾ രാജ്ഭവനിൽ നിന്നും ഗവർണർ ഇറങ്ങിപ്പോയിട്ട് അതേ ഇടുക്കിയിലേക്ക് തന്നെ ചെല്ലുന്നു. അവിടെ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നു. ഇതിൽ പരം CPM എന്ന പ്രസ്ഥാനത്തെ ഇങ്ങനെ വെല്ലുവിളിക്കാൻ മറ്റെന്തു പ്രവൃത്തിയുണ്ട്? അത് CPM എന്ന പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. ഇങ്ങനെ ഗവർണറെ കുറിച്ച് അതും ഇതുമൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടുത്തെ മണി എന്ന ഒരു വിദ്വാൻ അറിയാലോ, അദ്ദേഹത്തിന്റെ നാക്കിൽ കളിയാടുന്നത് എന്താണെന്ന്. അത്തരത്തിലുള്ള വൃത്തികെട്ട വർത്തമാനങ്ങൾ, വൃത്തികെട്ട വിശേഷണങ്ങൾ ഗവർണറെ കുറിച്ച് പറയാൻ കാരണം എന്താണ്? ഗവർണർ ഈ മണിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്ന CPM നേതൃത്വം എന്തിനാണ് അങ്ങനെ പറയിപ്പിക്കുന്നത്? കാരണം ഗവർണർ നാണിച്ച് നാളെ അങ്ങോട്ട് ചെല്ലരുത് എന്നതാണ്. ഗവർണറുടെ സന്ദർശനം അവിടെ ഇല്ലാതാക്കണം. കാരണം ഗവർണർ അവിടെ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് CPM എന്ന് പറയുന്ന കേരളം ഭരിക്കുന്ന വല്ലാത്ത ഒരു വലിയ പ്രസ്ഥാനത്തിനെ വല്ലാതെ ത്രസിപ്പിക്കുന്നതാണ്, വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്, വെല്ലുവിളിക്കുന്നതാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. എന്നാൽ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ദിവസം അവരവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM. എന്തിനാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്? പ്രതിഷേധ സൂചകമായല്ല ഹർത്താൽ പ്രഖ്യാപിച്ചത്. പക്ഷെ അങ്ങനെയാണ് CPM പറയുന്നതെങ്കിലും CPM ഹർത്താൽ പ്രഖ്യാപിച്ചതിന്റെ പിന്നിൽ ഉള്ളത് മിഠായി തെരുവിലെ അനുഭവം മുന്നിൽ ഉള്ളത് കൊണ്ടാണ്. ഈ ഗവർണറെ ഞങ്ങൾ ഇടുക്കി മണ്ണിൽ കുത്തിക്കില്ല എന്നൊക്കെ CPM പറയുമ്പോൾ ഗവർണർ നാളെ ഇടുക്കിയിലെ ഗ്രാമങ്ങളിൽ കടകളിൽ ഇറങ്ങി നടന്ന് ഇടുക്കി പട്ടണത്തിൽ ഇറങ്ങി നടന്ന് ഒരു വല്ലാത്ത ബഹളം ഉണ്ടാക്കാൻ കോഴിക്കോട് മിഠായി തെരുവിൽ സംഭവിച്ചതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് CPMന് അറിയാം. അതുകൊണ്ടാണ് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ ഹർത്താൽ കൊണ്ട് പ്രയോജനമുണ്ടാകുമോ? ഹർത്താൽ വിജയിക്കുന്നത് കച്ചവടക്കാർ അവരുടെ കടകൾ അടച്ചിടുമ്പോഴാണ് ഹർത്താൽ വിജയിക്കുന്നത്. പിന്നെ വാഹനങ്ങൾ തടയുമ്പോൾ, വാഹനങ്ങൾ ഓടാതിരിക്കുമ്പോഴും ഹർത്താൽ വിജയിക്കും. ഇവിടെ വാഹനങ്ങളെ ഓടാതിരിക്കാനുള്ള ശ്രമം CPMനെ കൊണ്ട് ഏകദേശം വിജയിക്കും. കാരണം അവർ പേടിച്ച് കല്ലെറിഞ്ഞ് ഗ്ലാസ്സൊക്കെ പൊട്ടിക്കും, ടയർ കുത്തിക്കുറന്ന് പേടിച്ച് അവരിറങ്ങില്ല. പക്ഷേ കടകൾ നാളെ തുറന്നിരിക്കാൻ ആണ് കൂടുതൽ സാധ്യത. കാരണം ഈ ഗവർണർ വരുന്നത് ഈ വ്യാപാരി വ്യവസായികളുടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനും അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തും അവർ ക്ഷണിക്കുന്നത് കൊണ്ടുമാണ് ഗവർണർ അവിടെ പോകുന്നത്. ആ ദിവസം ഗവർണറെ അവർ ക്ഷണിച്ചു വരുത്തിയിട്ട് അവരുടെ കടകൾ അടച്ചിടുമോ? ഇത് സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇവരുടെ ഹർത്താൽ, CPMന്റെ ഹർത്താൽ അവിടെ പരാജയപ്പെടാനാണ് സാധ്യത. കാരണം ഈ വ്യാപാരി വ്യവസായികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് ഗവർണറെ ക്ഷണിച്ചത്. ഗവർണറുടെ ദിവസം ചോദിച്ചു. ഗവർണറെ കൊണ്ട് ഞങ്ങൾക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യിക്കണം. എന്തു പരിപാടി? കാരുണ്യം പദ്ധതിയാണ്. സംഘടന നടത്തുന്ന കാരുണ്യ കുടുംബക്ഷേമ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാണ്. അവരുടെ കുടുംബങ്ങളിൽ കാരുണ്യവും സംരക്ഷണവും എത്തിക്കുന്ന ഒരു പ്രത്യേക പദ്ധതിയാണ് ഈ കാരുണ്യ കുടുംബക്ഷേമ എന്നത്. പദ്ധതി ഗവർണർ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്ന് അവർക്ക് ആഗ്രഹം. അങ്ങനെ അവർ ഗവർണറോട് സമയം ചോദിച്ചു. ഗവർണർ തന്ത്രശാലി ആയതുകൊണ്ട് ഇതേ ദിവസം തന്നെ, അതായത് ഇടുക്കിയിൽ നിന്നും CPM പ്രതിഷേധിക്കാൻ ഈ രാജ്ഭവനിലേക്ക് വരുന്ന അതേ ദിവസം തന്നെ ഞാൻ ഇന്ന ദിവസം അവിടെ വരുമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും സംഘാടകർക്ക് അത് ഏറ്റുപിടിക്കാതിരിക്കാനൊക്കെ, കാരണം ഡേറ്റ് ചോദിച്ചു, ഡേറ്റ് ഗവർണർ കൊടുത്തു, അവിടെ നടത്തും. അപ്പോൾ അവിടെ ഈ വ്യാപാരി വ്യവസായ സമിതിക്ക് ഈ പരിപാടി വിജയിപ്പിച്ചേ പറ്റൂ, കടകൾ തുറന്നേ പറ്റൂ. ഇനി ഇവർ തടയുകയാണെങ്കിൽ, CPM ഈ ഗവർണറെ അവിടെ വരാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് തടയുകയാണെങ്കിൽ ആ തടയൽ എത്രമാത്രം ഗുരുതരമാകും എന്നത് വല്ലാത്തതാണ്. കാരണം അവിടെ BJP ജില്ലാ നേതാവ്, ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കുമാർ പറഞ്ഞു, അങ്ങനെ തടയാനൊന്നും ഒരുത്തനോട് വരണ്ട, അങ്ങനെ തടയാൻ CPMോ അല്ലെങ്കിൽ DYFI ശ്രമിച്ചാൽ അത് തടയാൻ ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ആൾക്കാർ രംഗത്തിറങ്ങും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പോലീസ് പറയുന്നത്, ഞങ്ങൾ ഡീൻ കുര്യാക്കോസ് MP പറയുന്നു, അവിടുത്തെ MP പറഞ്ഞു, അങ്ങനെ അവിടെ ഒരു ഹർത്താൽ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല,
അങ്ങനെ ഹർത്താൽ നടത്തി അങ്ങനെ വലസാനൊന്നും നോക്കണ്ട എന്ന് ഡീൻ കുര്യാക്കോസും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പൊതുവിൽ വല്ലാത്ത കലുഷിതമായ ഒരു അന്തരീക്ഷമായിരിക്കും നാളെ ഇടുക്കിയിൽ ഉണ്ടാകാൻ പോകുന്നത്. CPM-ന്റെ സമര ശക്തിയും അവിടുത്തെ സ്വാധീനവും എത്രമാത്രം ശക്തമാണെന്നും എത്രമാത്രം പരാജയമാണെന്നും നാളെ തെളിയിക്കും.